ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഔട്ട്ഡോർ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന്. ഇപ്പോൾ ഈ ഔട്ട്ഡോർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന് ബാക്കിൽ ആകെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നത്. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ AC-യുടെ ഔട്ട്ഡോറിന്റെ ബാക്ക് ഭാഗത്തു നിന്നാണ് ഈ ഫാന് നമ്മുടെ എയറിനെ വലിച്ചെടുക്കുന്നത്. എന്നിട്ട് അത് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല കൂളിംഗ് ഉള്ള AC-യുടെ അടുത്ത് അല്ലെങ്കിൽ ഈ ഔട്ട്ഡോറിന്റെ ഫാനിന്റെ അടുത്ത് നിന്നാൽ നല്ല ഹീറ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലപോലെ കണ്ടൻസേഷൻ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ AC നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ കിച്ചന്റെ അടുത്തൊക്കെയാണ് നമ്മൾ ഔട്ട്ഡോർ വെച്ചിരുന്നെങ്കിൽ ഇതേപോലെ ചില ചെറിയ ചെറിയ ചെടികൾ അല്ലെങ്കിൽ വാഴയുടെ ഇല അങ്ങനത്തെ വന്നിട്ട് ഫുള്ള് ബ്ലോക്ക് ആവാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ നോർമൽ AC-യിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പിന്നെ അങ്ങനെ അതിന്റെ കപ്പാസിറ്റർ കംപ്ലൈന്റ് ആവും. പിന്നെ നമ്മളത് കപ്പാസിറ്റർ മാറ്റി കൊടുത്താലും ഫാന് പിന്നെ പെർഫെക്റ്റ് ആയിട്ട് ഓടുക. ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ വന്നതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ഔട്ട്ഡോർ ഫാൻ വെക്കുന്നത് AC മോട്ടർ അല്ല. പല കമ്പനികളും വോൾട്ടേജ് അഥവാ കറണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് DC മോട്ടറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഫാനിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഫാന് മൊത്തമായിട്ട് മാറ്റേണ്ടി വരും. അതിന് അത്യാവശ്യം വലിയൊരു എമൗണ്ട് വരും. അതിലും നല്ലത് നമ്മൾ എപ്പോഴെങ്കിലും ഇൻഡോർ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഫിൽറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യും, എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യും. കാരണം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. നേരെ മറിച്ച് ഔട്ട്ഡോർ അധികം ആൾക്കാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇതേപോലൊക്കെ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ഔട്ട്ഡോറൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യുക. ഇതേപോലെ പുല്ല് പിടിച്ച് കിടക്കുക അല്ലെങ്കിൽ നല്ല കച്ചറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊന്ന് സർവീസ് ചെയ്യിപ്പിക്കുക. നമ്മൾ തന്നെ സർവീസ് ചെയ്യുന്നത് നല്ലതല്ല. കാരണം ഫാനിന്റെ ഉള്ളിലൊക്കെ വെള്ളം പോയാൽ ഫാന് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ടെക്നീഷ്യനെ കൊണ്ട് തന്നെ നമ്മൾ വാട്ടർ സർവീസ് ചെയ്യിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.